ഹലോ എവ്രി വൺ. നമ്മള് ലാസ്റ്റ് വീഡിയോയില് ഓർഡർ പ്രോപ്പർട്ടീസ് ഓഫ് ആർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ വീഡിയോയില് നമ്മള് പി എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പേഴ്സിന്റെ സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി, അതുപോലെ തന്നെ കുറച്ച് ഡെഫിനിഷൻസും കുറച്ച് റിമാർക്സുകളൊക്കെ കണ്ടായിരുന്നു. അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന കുറച്ച് തിയറംസ് ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ഫസ്റ്റ് തിയറം. ഫസ്റ്റ് തിയറം നമുക്കൊന്ന് വായിക്കാം. ലെറ്റ് എ കോമ ബി കോമ സി ആർ എലമെന്റ്സ് ഓഫ് ആർ, ദെൻ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ വിൽ ബി ഗ്രേറ്റർ ദാൻ സി. സെക്കൻഡ് വൺ, if a greater than b, then a plus b will be greater than b plus c. Third statement, if a greater than b and c greater than d, then a plus c will be greater than b plus d. Fourth statement, if a greater than b and c greater than 0, then ca will be greater than cb. And the second one, if a greater than b and c less than 0, then ca will be less than cb. നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ഓരോന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി. എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ബി ഗ്രേറ്റർ ദാൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ട്രാൻസിറ്റിവിറ്റി ആണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ ബി എന്നാണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ മൈനസ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 0 അല്ലേ? എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? അപ്പൊ എ മൈനസ് ബി belongs to P എന്ന് പറയാം. Okay, and then next statement, B greater than C. B greater than C ആണെങ്കിൽ same B minus C will be greater than 0, and since it is a positive number, B minus C belongs to P ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങൾ കിട്ടി. എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണ്, അതുപോലെ തന്നെ ബി മൈനസ് സി ബിലോങ്സ് ടു പി ആണ്. ദെൻ അക്കോർഡിംഗ് ടു ദ ഓർഡർ പ്രോപ്പർട്ടി, നമ്മൾ ഓർഡർ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എലമെന്റ്സ് പിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മും പിയിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി വിൽ ബി ഓൾസോ ബിലോങ്സ് ടു പി, വിച്ച് ഇംപ്ലൈസ് A minus C belongs to P, which implies ഇത് Pയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. A minus C will be greater than 0, which implies A greater than C. Hence the proof. അതായത് A greater than B, B greater than C ആണെങ്കിൽ A will be greater than C. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. If A greater than B, then A plus C will be greater than B plus C. അതായത് C എന്ന് പറയുന്നത് നമ്മൾ ആ ഇനിക്വാളിറ്റിയെ രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം A ഗ്രേറ്റർ ദാൻ B എന്നാണ് അല്ലെ? A ഗ്രേറ്റർ ദാൻ B എന്ന് വെച്ച് കഴിഞ്ഞാല് A മൈനസ് B വിൽ ബി ഗ്രേറ്റർ ദാൻ 0. A minus B greater than 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A minus B will be an element of P ആണല്ലോ. ഇനി നമുക്ക് A plus C greater than B plus C എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റി ഒന്ന് നോക്കാം. ഈ ഒരു ടേം കൺസിഡർ ചെയ്യാം. A plus C മൈനസ് B plus C ഒന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. A plus C മൈനസ് ബി പ്ലസ് സി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് സീൻ സി ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് എ മൈനസ് ബി അല്ലേ? എ മൈനസ് ബി എന്നുള്ളത് വരും. എ മൈനസ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ.
ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് a plus c minus b plus c will be greater than 0. That is a plus c minus b plus c is an element of P. So a plus c will be greater than b plus c. Hence the proof. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. നമുക്ക് ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലോ. അപ്പോ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ഇത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് സി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സി പാർട്ട് നോക്കാം കേട്ടോ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ ഡി, ദെൻ എ പ്ലസ് സി വിൽ ബി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി ചേഞ്ച് വരുന്നില്ല. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി എന്നാണല്ലോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പോ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എ മൈനസ് ബി ബിലോങ്സ് ടു പി ആയിരിക്കും. ദെൻ എ സി ഗ്രേറ്റർ ദാൻ ഡി എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ സി ഗ്രേറ്റർ ദാൻ ഡി ഇംപ്ലൈസ് സി മൈനസ് ഡി ഗ്രേറ്റർ ദാൻ 0, വിച്ച് ഇംപ്ലൈസ് സി മൈനസ് ഡി ബിലോങ്സ് ടു പി. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണ്, അതുപോലെ തന്നെ സി മൈനസ് ഡി ബിലോങ്സ് ടു പി ആണ്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രണ്ടെണ്ണത്തിന്റെയും സമ്മും പിയിലെ എലമെന്റ് ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ബി പ്ലസ് സി മൈനസ് ഡി ബിലോങ്സ് ടു പി, വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇതിനൊന്ന് റീഗ്രൂപ്പ് ചെയ്ത് എഴുതാം. ഓക്കെ, എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്ന് എഴുതാം. വിൽ ബി ഓൾസോ ബിലോങ്സ് ടു പി, വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി. ഈ എലമെന്റ് പിയിലെ എലമെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0, വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് സി ഇസ് ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി. അപ്പോ എ ഗ്രേറ്റർ ദാൻ ബി, സി ഗ്രേറ്റർ ദാൻ ഡി ആണെങ്കിൽ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി പ്ലസ് ഡി ആണെന്നുള്ളതും പ്രൂവ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് വൺ നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0, ദെൻ സി എ ഗ്രേറ്റർ ദാൻ സി ബി. അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ത്രൂ ഔട്ട് ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിപ്പോ തന്നിരിക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ബിയും സി ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എ മൈനസ് ബി എന്ന് പറയുന്നത് പിയിലെ എലമെന്റ് ആണ്. നെക്സ്റ്റ് സി ഗ്രേറ്റർ ദാൻ 0 അല്ലേ. സി ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് സി മൈനസ് 0 ബിലോങ്സ് ടു പി ആണ്, വിച്ച് ഇംപ്ലൈസ് സി ബിലോങ്സ് ടു പി. എ മൈനസ് ബി ബിലോങ്സ് ടു പി ആണ്, സി ബിലോങ്സ് ടു പി ആണ്. ദെൻ അതിന്റെ പ്രൊഡക്റ്റും പിയിലുള്ളത് പിയിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഓർഡർ പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഓർഡർ പ്രോപ്പർട്ടി 2 ഇതിന്റെ പ്രൊഡക്റ്റും പിയിലുണ്ട്, വിച്ച് ഇംപ്ലൈസ് സി ഇൻറ്റു എ മൈനസ് ബി ബിലോങ്സ് ടു പി, വിച്ച് ഇംപ്ലൈസ് സി എ മൈനസ് സി ബി ബിലോങ്സ് ടു പി. ഇത് പിയിലെ എലമെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സി എ മൈനസ് സി ബി ഗ്രേറ്റർ ദാൻ 0, which implies CA greater than CB. So, if A greater than B and C greater than 0, we will have CA greater than CB.
ഡി പാർട്ടിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം കേട്ടോ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ 0 ദെൻ സി എ ലെസ് ദാൻ സി. നേരത്തെ നമുക്ക് സി ഗ്രേറ്റർ ദാൻ 0 ആയപ്പോൾ ത്രൂ ഔട്ട് പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇൻഇക്വാലിറ്റി ചേഞ്ച് വന്നില്ല. പക്ഷെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റിക്ക് ചേഞ്ച് വരും. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് വൺ, എ ഗ്രേറ്റർ ദാൻ ബി എന്നല്ലേ തന്നിരിക്കുന്നേ. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ഇംപ്ലൈസ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 which implies a minus b belongs to p. നെക്സ്റ്റ് നമുക്ക് c ലെസ് ദാൻ 0 എന്നാണല്ലോ തന്നിരിക്കുന്നത്. സോ c ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈനസ് c ബിലോങ്സ് ടു p. അതായത് c എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എലമെന്റ് ആണ്. അപ്പൊ നെഗറ്റീവ് എലമെന്റിന്റെ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ അക്കോർഡിംഗ് ടു ദ ഓർഡർ പ്രോപ്പർട്ടി 2, a minus b belongs to p ആണ്, minus c belongs to p ആണ്. Then their product will be also belongs to p, which implies minus c into a minus b belongs to p, which implies minus ca plus cb belongs to p, which implies cb greater than CA. മൈനസ് സി എ പ്ലസ് സി ബി എന്ന് പറയുന്നത് പിയിലെ എലമെന്റ് ആണെങ്കിൽ സി ബി വിൽ ബി ഗ്രേറ്റർ ദാൻ സി എ. സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് സി ലെസ് ദാൻ 0 ആണെങ്കിൽ സി എ വിൽ ബി ലെസ് ദാൻ സി ബി ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് തിയറം നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എ ബിലോങ്സ് ടു ആർ and a not equal to 0, then a square will be greater than 0. Second part, 1 greater than 0. C part, if n belongs to n, then n will be greater than 0. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് 1 by 1 പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഇഫ് എ ബിലോങ്സ് ടു ആർ ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0, then a square will be greater than 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എ ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബൈ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി നമുക്ക് എന്തുണ്ട്? എ ബിലോങ്സ് ടു പി, a equal to 0 and also minus a belongs to p ആണ് അറിയാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് a not equal to 0. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വേണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ a not equal to 0 ആണ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് 1. അപ്പൊ നെക്സ്റ്റ് എന്താ ഉള്ളേ? ഒന്നില്ലെങ്കിൽ a belongs to p ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് എ ബിലോങ്സ് ടു പി ആയിരിക്കും. ഈ രണ്ട് കേസിലും എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 വരും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇഫ് എ ബിലോങ്സ് ടു പി, എ ബിലോങ്സ് ടു പി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് എ ഡോട്ട് എ എന്ന് പറയുന്നതും വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബിലോങ്സ് ടു P ആയിരിക്കും by the order property 2. Then here a square belongs to P അല്ലേ. അതായത് a square എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ a square will be greater than 0. അപ്പൊ a belongs to P ആണെങ്കിൽ a square എന്ന് പറയുന്നത് greater than 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് മൈനസ് a belongs to P ആണെങ്കിൽ എങ്ങനെയാ നോക്കാം. മൈനസ് എ ബിലോങ്സ് ടു പി ആണെങ്കിൽ മൈനസ് എ ഇൻറ്റു മൈനസ് എ എന്ന് പറയുന്നത് നമുക്ക് ബിലോങ്സ് ടു പി ആയിരിക്കും ബൈ അക്കോർഡിംഗ് ടു ഓർഡർ പ്രോപ്പർട്ടി, വിച്ച് ഇംപ്ലൈസ് ഈ മൈനസ് എ ഇൻറ്റു മൈനസ് എനെ നമുക്ക് -1 ഇൻറ്റു എ ഇൻറ്റു
മൈനസ് 1 ഇൻറ്റു എന്ന് എഴുതാൻ പറ്റുന്നത് നമ്മൾ ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസിന്റെ സെക്ഷനിൽ പ്രൂവ് ചെയ്തതാണ്. വിച്ച് ഇംപ്ലൈസ് ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. -1 ഇൻറ്റു -1 ഇൻറ്റു a ഇൻറ്റു a, വിച്ച് ഈസ് ഇംപ്ലൈസ് -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു a ഇൻറ്റു a എന്ന് പറയുന്നത് a സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു a സ്ക്വയർ. This belongs to P ആണല്ലോ. This all will be belongs to P. So here a square belongs to P ആണ്, which implies a square greater than 0. So minus b belongs to P ആണെങ്കിലും a square എന്ന് പറയുന്നത് 0 ലുണ്ട്. So if a belongs to R and a not equal to 0, we will have a square greater than 0 in these both cases. If a belongs to P and also if minus a belongs to P, we will have a square greater than 0. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് സെക്ഷൻ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. a 1 greater than 0 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത കാരണം സെക്കൻഡ് പാർട്ട് നമുക്ക് എളുപ്പമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 നോട്ട് ഈക്വൽ ടു 0 ആണ് നമുക്കറിയാലോ. 1 നോട്ട് ഈക്വൽ ടു 0 ആണ്, 1 ബിലോങ്സ് ടു R ആണെന്ന് നമുക്കറിയാം. സോ ദെൻ ബൈ ദ ഫസ്റ്റ് പാർട്ട് വി വിൽ ഹാവ് 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. സോ 1 ഗ്രേറ്റർ ദാൻ 0. ഫ്രം ദ ഫസ്റ്റ് പാർട്ട് വി ഗോട്ട് ദാറ്റ് 1 ഗ്രേറ്റർ ദാൻ 0. നെക്സ്റ്റ് സി പാർട്ട് പ്രൂവ് ചെയ്യാം. ഇഫ് n ബിലോങ്സ് ടു n, then n ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ റിസൾട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി ഒന്ന് പ്രൂവ് ചെയ്യാം കേട്ടോ. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 1 ട്രൂ ആണെന്നാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. n ഈക്വൽ ടു 1 ആണെങ്കിൽ 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് നമ്മളുടെ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ n ഈക്വൽ ടു 1 നമ്മുടെ റിസൾട്ട് ട്രൂ ആണ്. ഇനി അസംഷൻ അല്ലേ, നമ്മൾ അസ്യൂം ചെയ്യല്ലേ. അസ്യൂം ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. n ഈക്വൽ ടു k ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആണ്, അതായത് k ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി k പ്ലസ് 1 ട്രൂ ആണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് k ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളതും അറിയാം, അതുപോലെ തന്നെ 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളതും അറിയാം അല്ലെ. k ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാല് k ബിലോങ്സ് ടു P ആണല്ലോ. അതുപോലെ തന്നെ 1 ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബിലോങ്സ് ടു P ആണല്ലോ. k ബിലോങ്സ് ടു P ആണ്, അതുപോലെ തന്നെ 1 ബിലോങ്സ് ടു P ആണ്. Then according to the order property 1, first order property പ്രകാരം ഇതിന്റെ സമ്മും P ലുണ്ടായിരിക്കും. k plus 1 belongs to P. Order property 1, that is k plus 1 belongs to P എന്ന് പറഞ്ഞു കഴിഞ്ഞാല് k plus 1 greater than 0 ആണ്. അതായത് n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, n ഈക്വൽ ടു k ക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, അസ്യൂം ചെയ്തു. ആൻഡ് k പ്ലസ് 1 ആണെങ്കിലും റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൊവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഫോർ ഓൾ n ബിലോങ്സ് ടു n will be greater than 0. Hence the result.